പൈവിളികി ഗ്രാമപഞ്ചായത്തിലെ മുളിഗദ്ദി അംഗൻവാടി വൻ അപകട ഭീഷണിയിൽ. പേരിന് കെട്ടിടം കോൺക്രീറ്റ് ആണെങ്കിലും ചുമരുകൾ ദ്രവിച്ചും വിള്ളലുകൾ വീണും ഏത് നിമിഷവും തകർന്നു വീണേക്കാവുന്ന ആശങ്കാജനകമായ അവസ്ഥയിലാണ്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. പൈവിളികി പഞ്ചായത്തിലെ 6ാം വാർഡ് പ്രദേശമായ മുളിഗദ്ദയിലെ അംഗൻവാടി കെട്ടിടമാണ് അപകടത്തിന്റെ അങ്ങേതലയ്ക്കൽ എത്തിയിരിക്കുന്നത്. കെട്ടിടം കോൺക്രീറ്റ് ആണെങ്കിലും അടുത്തെത്തി ഇപ്പോഴത്തെ ഇതിൻ്റെ അവസ്ഥ കണ്ടറിഞ്ഞാൽ ആരും അമ്പരന്നു പോകും. ചുമരിൽ പലയിടങ്ങളിലായി വിള്ളലുകൾ വീണിട്ടുള്ള കെട്ടിടത്തിൻ്റെ അടിഭാഗം ദ്രവിച്ചും തകർന്നും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. പണി തീർത്ത് 2003 ഉദ്ഘാടനം ചെയ്ത അംഗൻവാടി കെട്ടിടമാണ് വളരെ വേഗത്തിൽ തന്നെ ഈയൊരു നിലയിലേക്ക് കൂപ്പുകുത്തിയത്. നിർമ്മാണത്തിലെ അപാകതയും അശാസ്ത്രീയതയും തന്നെയാണ് ഇതിന് കാരണമായതെന്നാണ് പൊതുവെയുള്ള ആരോപണവും അഭിപ്രായവും. വലിയ തോതിലുള്ള തകർച്ചാ ഭീഷണിയും ശോചനീയാവസ്ഥയും നിലനിൽക്കുന്നുണ്ടെങ്കിലും 16ഓളം കുട്ടികൾ ഇപ്പോഴും ഇവിടെ പഠിക്കുന്നുണ്ട്. അടിയന്തര പ്രാധാന്യത്തോടെ ഇതിനൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് പഞ്ചായത്ത് ഭരണസമിതിയിൽ പലതവണ വിഷയം അവതരിപ്പിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടാകുന്നില്ലെന്ന് വാർഡ് മെമ്പർ തന്നെ പറയുന്നു. രാഷ്ട്രീയത്തിൻ്റെയും സ്ഥാപിത താൽപ്പര്യങ്ങളുടെയും പേരിലാണ് അവഗണന തുടരുന്നതെന്നുള്ള ആക്ഷേപവുമുണ്ട്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കെട്ടിടത്തിൻ്റെ ചെറിയ പാളികൾ ഇളകി വീണിരുന്നു. ഇതിൻ്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചപ്പോൾ മാത്രമാണ് ഉത്തരവാദപ്പെട്ട അധികാരികൾ സ്ഥല സന്ദർശനം നടത്താൻ പോലും തയ്യാറായതെന്നും നാട്ടുകാർ കുറ്റപ്പെടുത്തുന്നു. ഈ അംഗനവാടിയുടെ നില വളരെ ദയനീയ അവസ്ഥയിലാണ്. ഏത് നിമിഷവും തകർന്നു വീഴാവുന്ന ഒരു സ്ഥിതിയിലാണ് ഈ അംഗനവാടി ഉള്ളത്. നിരവധി തവണ ബന്ധപ്പെട്ട ഭരണസമിതികളോട് ഈ വിഷയം ഉന്നയിച്ച് ഈ അംഗനവാടിയുടെ ഏറ്റവും അത്യാവശ്യമായി ഇത് ഫണ്ട് അനുവദിക്കണം. ഇത് വളരെ ദയനീയ അവസ്ഥയാണ്. 16ഓളം പിഞ്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഒരു അംഗനവാടിയാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കണ്ടെത്തി തരണമെന്ന് നിരന്തരമായി ഭരണസമിതിയോട് ബോർഡ് യോഗത്തിൽ ആവശ്യം ഉന്നയിക്കുകയും ഇതിന്റെ വിഷയം ഗൗരവമെല്ലാം ബന്ധപ്പെട്ടവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ ഒരു രാഷ്ട്രീയത്തിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന സമീപനമാണ് ഭരണസമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. തീർച്ചയായും ഒരു കാര്യം ആവർത്തിച്ച് പറയുന്നു, ഇങ്ങനെ ഒരു നാടിന്റെ വികസനത്തെ രാഷ്ട്രീയത്തിന്റെ പേരിൽ നിങ്ങൾ ഒരു വികസനം ഇല്ലായ്മ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും മുഴുവൻ നാട്ടുകാരെയും അണിനിർത്തിക്കൊണ്ട് വൻ പ്രക്ഷോഭത്തിലേക്ക് ഇറങ്ങുമെന്നാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. അപകടാവസ്ഥയുടെ ആക്കം ദിവസങ്ങൾ പിന്നിടുന്തോറും കൂടിക്കൂടി വരുന്നതിനാൽ പല രക്ഷിതാക്കളും കുട്ടികളെ ഇവിടേക്ക് അയക്കാൻ മടിക്കുന്ന സാഹചര്യത്തിലേക്കും കാര്യങ്ങൾ വഴിമാറുന്നുണ്ട്. അശുഭകരമായ ഏതെങ്കിലും തരത്തിലുള്ള വാർത്തകൾ കേൾക്കാൻ ഇടവരും മുമ്പായി തന്നെ തൊട്ടടുത്തായുള്ള സ്കൂളിലേക്ക് അംഗൻവാടിയുടെ പ്രവർത്തനം താൽക്കാലികമായി മാറ്റണമെന്നും അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ സുരക്ഷിതമായൊരു പുതിയ കെട്ടിടം നിർമ്മിക്കണമെന്നതുമാണ് അടുത്ത കാലത്തായി ഈ നാട്ടിൽ നിന്നും ഉയർന്നു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആവശ്യം. ഇനിയും ഇക്കാര്യത്തിൽ അധികൃതർ അനാസ്ഥ തുടരുകയാണെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി രംഗത്തിറങ്ങാൻ തന്നെയാണ് തീരുമാനമെന്നും പ്രദേശവാസികൾ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, ഉപ്പള.